വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 147 അധ്യായം 4 വാക്യം. അവൻ നക്ഷത്രങ്ങളെ എണ്ണുന്നു, അവയെയെല്ലാം അവയുടെ പേര് വിളിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെയും നാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇത്രയും കോടാനുകോടി മനുഷ്യർക്കിടയിൽ എന്നെ ദൈവം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ടതുകൊണ്ടല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നുള്ളത്. നമുക്കറിയാം, ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണമില്ലാതെ കോടിക്കണക്കിനോളം കിടക്കുമ്പോഴും അവയെയെല്ലാം പേരെടുത്ത് വിളിക്കുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ടെന്ന് വചനം നമ്മളോട് പറയുന്നു. നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തി അവ ഓരോന്നിനെയും പേരെടുത്ത് വിളിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിനാണോ ഇത്ര പ്രയാസം സൃഷ്ടികളായ മനുഷ്യരെ എണ്ണി തിട്ടപ്പെടുത്തുവാനും അവരുടെ പേരെടുത്ത് വിളിക്കുവാനും? അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അവിടുന്ന് കാണുന്നുണ്ട്, നമ്മുടെ ഓരോ ചിന്തകളും അവിടുന്ന് അറിയുന്നുണ്ട്. മറ്റുള്ള മനുഷ്യർക്ക് കാണത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ അവർ കാണാത്തത് പലപ്പോഴും അപ്രത്യക്ഷനായിട്ടുള്ള സാന്നിധ്യമായിട്ട് ദൈവം നമ്മെ കാണുന്നുണ്ട്. നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നാം എങ്ങനെയാണോ ജീവിക്കുന്നത് അത്രമാത്രം സൂക്ഷ്മതയോടുകൂടി തമ്പുരാനും നമ്മളെ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ പേരെടുത്ത് വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ തിന്മകളില്ലാതെ നന്മകളാൽ നിറവുകളാൽ സമൃദ്ധമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ കാണുന്ന ദൈവത്തോടൊപ്പം ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനം നമ്മെ പ്രാപ്തരാക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു ഇടയൻ അദ്ദേഹത്തിൻ്റെ ആടുകളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ട് മറ്റൊരാൾ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനാകട്ടെ 100-ൽ കൂടുതൽ ആടുകളുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരാട് മാത്രം എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഭക്ഷിക്കാൻ നൽകുന്നു, വെള്ളം കുടിക്കുമ്പോൾ അതിന് വെള്ളം നൽകുന്നു. അങ്ങനെ ഇദ്ദേഹത്തോട് ഒട്ടിച്ചേർന്ന് ഈ ഇടയനോടൊപ്പം ചേർന്ന് നടക്കുന്ന ഒരാട്. അപ്പോൾ ഈ 100 ആടുകൾക്കിടയിൽ അല്ലെങ്കിൽ 100-ൽ കൂടുതൽ ഉള്ള ആടുകൾക്കിടയിൽ നിന്നും ഒരാട് മാത്രം എന്തുകൊണ്ട് ഇടയൻ്റെ കൂടെ നടക്കുന്നു, എന്തുകൊണ്ട് ഇടയനോട് ഒട്ടി നടക്കുന്നു എന്നുള്ള സംശയം കണ്ടുകൊണ്ട് നിന്ന് അയാൾക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ് ചെന്ന് ചോദിക്കണം. കാരണം അതൊരു സംശയമാണല്ലോ, സംശയങ്ങൾ ചോദിച്ചു തന്നെ അറിയണമല്ലോ. അങ്ങനെ ഈ കാഴ്ചക്കാരൻ ഈ ഇടയൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇടയനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ ആട്ടിൻകുട്ടി മാത്രം താങ്കളുടെ കൂടെ നടക്കുന്നത്? അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, ഒരു രസമാണ്. ഒരു ഇടയനോടൊപ്പം ഒരു ആട്ടിൻകുട്ടി മാത്രം, അതിനാകട്ടെ താങ്കൾ സ്വന്തം മകനെ പോലെ കൊണ്ടു നടന്ന് പരിചരിക്കുന്നു. ബാക്കിയുള്ള ആടുകളെല്ലാം കൂട്ടം കൂടി നടക്കുമ്പോഴും ഇത് മാത്രം സ്വന്തം പിതാവിനോട്, അപ്പനോടെന്ന പോലെ നിങ്ങളോട് ഒട്ടി നടക്കുന്നു, നിങ്ങളുടെ ചൂരും തേടി നടക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആടിന് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത? താങ്കൾ കൂടുതലായിട്ട് സ്നേഹം നൽകുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ താങ്കൾ ഒരുപക്ഷെ കുഞ്ഞിലെ മുതലേ അതിനെ വളർത്തിയത് കൊണ്ടാണോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഇടയൻ നൽകുന്ന മറുപടി ഏറ്റവും രസകരമാണ്, പക്ഷേ ആഴത്തിലുള്ള ചിന്തകൾ ഉള്ളതുമാണ്. ആ മറുപടി എന്താണെന്ന് നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. പക്ഷെ അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ 1ാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ ഒരു ബോബി എന്നാണ്, നെയ്യാറ്റിൻകരയിൽ നിന്ന് ബോബി അങ്കിൾ അല്ലേ? അതെ. ഓക്കെ അങ്കിള്, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയും 2 അനിയത്തിമാര്, ഒരു അനിയത്തി മൈസൂരിലാണ്, അനിയത്തി 2 മക്കളെല്ലാം മൈസൂരിലാണ് താമസം. ഇളയ അനിയത്തി ഞാനും എന്റെ ഭാര്യയും. ഓക്കെ, സന്തോഷമായിട്ട് പോകുന്നു എല്ലാരും? കുഴപ്പമൊന്നുമില്ല, ദൈവകൃപയാൽ സന്തോഷം, സുഖം. അല്പ പ്രതികൂലം ഉണ്ട്, ശത്രുവായ പിശാച് ചെറിയ പ്രതികൂലമൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു. 3 മാസമായിട്ട് 3 മാസമായിട്ട് ചെറിയൊരു പ്രതികൂലം കൊണ്ടിട്ടിരിക്കണം എന്റെ ജീവിതത്തില്. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. എന്റെ കുടുംബ ജീവിതമൊക്കെ അങ്ങ് തകർന്നു പോകേണ്ട സാഹചര്യമൊക്കെ എത്തിയിരിക്കുന്നു. കുടുംബ കോടതി വരെ എത്തിയിരിക്കുന്നു. കുടുംബ കോടതിന്റെ ബന്ധം തീർക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്കിളെ, നമ്മൾ പ്രാർത്ഥിക്കാം അല്ല. എന്തായാലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ കുടുംബം. അപ്പൊ അതൊരിക്കലും തകർന്നു പോവാതെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. അപ്പം എന്തായാലും തീർച്ചയായിട്ടും അങ്കിളിനും ആന്റിക്കും അത് എന്താ പറയാ, ദൈവത്തിന്റെ ഒരു കൃപ അല്ലെങ്കിൽ ഒരു സൗഖ്യം അല്ലെങ്കിൽ ഒരു സ്പർശനമൊക്കെ കിട്ടട്ടെ, കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ അങ്കിളെ, നമ്മുടെ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, അറിയാലോ?
അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ, എന്നിട്ട് നമുക്ക് മടങ്ങി വരാം. ഓക്കെ, അപ്പം ബോബിയങ്കലിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മതിലിന്മേലുള്ള ജനത്തിന് അറിയാവുന്ന ഭാഷ ഏതായിരുന്നു? യഹൂദ ഭാഷ. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന് ഉത്തരം യഹൂദ ഭാഷ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിക്കുവാണേ. അപ്പൊ അങ്കിളെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എല്യാക്കീം, ഷെബ്ന, യോവാഹ് എന്നിവർക്ക് അറിയാവുന്ന ഭാഷ ഏതാണ്? അരാം ഭാഷ. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അരാം ഭാഷ. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. അങ്കിള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാവോ, അതോ വചനം പറയുമോ, എന്താ ചെയ്യാൻ ഇഷ്ടം? പാട്ട് പാടാം. പാട്ട് പാടിക്കോളൂ അങ്ങളെ. സ്തോത്രമെൻ ദൈവമേ, സ്തോത്രമെൻ ദൈവമേ, സ്തോത്രം 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 സ്തോത്രം, സ്തോത്രമെൻ ദൈവമേ. ഭൂതലമെങ്ങും സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. തന്നിലാശ്രയിക്കുന്നവർക്ക് എന്നുമെന്നേക്കും രക്ഷിച്ചിടുമെൻ ദൈവത്തിന് സ്തോത്രം, സ്തോത്രമെൻ ദൈവമേ. രക്ഷിച്ചിടുമെൻ ദൈവത്തിന് സ്തോത്രം, സ്തോത്രമെൻ ദൈവമേ. ഭൂതലമെങ്ങും സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഭൂതലമെങ്ങും സ്തോത്രങ്ങൾ മുഴങ്ങട്ടെ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹലോ. അങ്കിള് പാടിയതുപോലെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ അങ്കിള് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഒരു സ്പർശനം ഉണ്ടാവട്ടെ. ഇവിടുത്തെ സാർ എഴുതിയ പാട്ടാണ്, അതിന്റെ ഒരു പ്രത്യേകതയും കൂടി ആ പാട്ടിനുണ്ട്. ടി വി കണ്ടിട്ട് പഠിച്ചതാണോ? സ്തോത്ര സോപാനം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് രാവിലെ 7 മണിക്ക്, രാത്രി 10 മണിക്ക്, ഉച്ചി 12:30ക്കും രാത്രി 12 മണിക്കൊക്കെ ഈ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിൽ കാണിക്കുന്നു. കേട്ട് പഠിച്ചതാണല്ലേ? അപ്പൊ അതൊക്കെ അറിയാം, ചില പാട്ടുകളൊക്കെ അറിയാം. ഭയങ്കര സന്തോഷം കേട്ടോ, നമ്മുടെ സാർ എഴുതിയ പാട്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മുടെ ആള് തന്നെ വിളിച്ച് പാടുമ്പോ അത്രയും സന്തോഷം. അപ്പൊ എന്തായാലും എന്താ പറയാ, അത്രയും വലിയ ദൈവത്തിന്റെ മഹത്വം പാട്ടിൽ പാടിയതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കേട്ടോ, വലിയ അനുഭവങ്ങൾ കിട്ടട്ടെ. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: റബ്ശക്കെ എഴുന്നേറ്റ് നിന്ന് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? റബ്ശക്കെ എഴുന്നേറ്റ് നിന്ന് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആരുടെ വാക്കുകളാണ്? മതിലിന് മേലുള്ള ജനം കേൾക്കെ തങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. ആരുടെ വാക്കുകളാണ്? ഒരു രാജാവിന്റെയാണ്. ആ രാജാവിന്റെ പേര്? രാജാവിന്റെ പേര് എല്യാക്കീം. ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അശ്ശൂർ രാജാവ്. അതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാണ്? മഹാരാജാവായ അശൂർ രാജാവിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അവസാനത്തെ ചോദ്യം ഇതാണ്: ജനത്തെ രക്ഷിക്കുവാനുള്ള ഹിസ്കിയാവിന്റെ കഴിവിനെ കുറിച്ച് റബ്ശക്കെ എന്താണ് പറഞ്ഞത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ജനത്തെ രക്ഷിക്കുവാനുള്ള ഹിസ്കിയാവിന്റെ കഴിവിനെ കുറിച്ച് റബ്ശക്കെ എന്താണ് പറഞ്ഞത്? പറഞ്ഞോളൂ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്.
അവന് നിങ്ങളെ വിടിയിപ്പാൻ കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. അതാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ആ, ഉത്തരം ഇതാണ്. വിടുവിക്കാം എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്, അവന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങളും ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്കിളെ വിളിച്ചതിനും ഒക്കെ പാട്ട് പാടിയതിനും ഒക്കെ നന്ദി. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ അങ്കിളെ, താങ്ക് യു സോ മച്ച്. ബോബി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അങ്കിൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കുടുംബജീവിതത്തിന്റെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഓർക്കാം. നമ്മുടെ കഥയിലേക്ക് കൂടി നമുക്ക് മടങ്ങി വരാം. ആ ഇടയനോട് കാഴ്ചക്കാരനായിട്ട് നിന്ന വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ആട് മാത്രം താങ്കളുടെ കൂടെ ആയിരിക്കുന്നത്? അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഈ എന്നോടൊപ്പം നടക്കുന്ന ഈ ആട് ഇവന്റെ ചെറിയ പ്രായത്തിൽ, അതായത് ഇവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവനെ പോലൊരു താന്തോന്നി ഈ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. ഇവൻ ബാക്കിയുള്ള ആടുകളുടെ കൂട്ടത്തിലോട്ട് പോവുകയും കാണാത്ത അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അവൻ മുൾപടർപ്പിൽ വീണിട്ടുണ്ട്, ഞാൻ പോയി അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ എനിക്ക് അറിയാത്ത അല്ലെങ്കിൽ ഈ കൂട്ടം തെറ്റി പോയിട്ടുണ്ട്, അവിടെ നിന്നും കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും അവൻ കുഴിയിൽ വീണിട്ടുണ്ട്, അവിടെ നിന്നും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും വന്യമൃഗങ്ങളുടെ വായിൽ അകപ്പെടുന്ന രീതിയിലേക്ക് അവൻ പോയിട്ടുണ്ട്, അവിടെ നിന്നും ഞാൻ രക്ഷപ്പെടുത്തി. അവസാനം സഹി കേട്ട് എനിക്ക് ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഞാൻ തന്നെ അവൻ്റെ 2 കാലും തല്ലി ഒടിച്ചു. ആ തല്ലി ഒടിച്ച് അവൻ കരഞ്ഞപ്പോൾ അതെനിക്ക് വേദനിച്ചു. പക്ഷേ എന്നിരുന്നാലും ഒരു നിമിഷത്തെ എൻ്റെ ദേഷ്യത്തിൽ ഞാനത് ചെയ്തതാണ്. അവൻ്റെ തെറ്റിനെ കുറിച്ചൊന്ന് ഓർക്കാൻ, അവനൊന്ന് മര്യാദ പഠിക്കാൻ വേണ്ടി ഞാൻ അതിക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ അവന് നൽകി. അവൻ്റെ 2 കാലും ഞാൻ തല്ലി ഒടിച്ചു. അപ്പോൾ ഇത് കേട്ട് ഈ കാഴ്ചക്കാരനായിട്ട് നിന്ന ആൾ പോലും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പോലും വളരെയധികം ദുഃഖത്തോടു കൂടി ആശ്ചര്യത്തോടു കൂടി ഈ ഇടയനെ നോക്കുന്നുണ്ട്. താങ്കളുടെ ഈ ഒരു ആടിനെ കാല് തല്ലി ഒടിച്ചിട്ടാണോ നിങ്ങൾ ശിക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കേണ്ടത് എന്നുള്ള രീതിക്ക് തന്നെ അയാൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയൻ വീണ്ടും തിരിച്ച് പറയുന്നുണ്ട്, പക്ഷേ അത് അവൻ്റെ നാശത്തിനുള്ളതായിരുന്നില്ല, പിന്നെയോ അവന് ചില തിരിച്ചറിവുകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ളതായിരുന്നു. തുടർന്ന് എന്തായിരിക്കും സംഭവിച്ചത്? ഒരുപക്ഷെ ആ ഇടയൻ തന്നെ പറഞ്ഞു, 2 കാലം ഞാൻ തല്ലി ഒടിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അത്രയും ആ ഒരു ആടിൻ്റെ സ്നേഹം തല്ലി ഒടിച്ച ആളിനോട് തന്നെ തിരിച്ച് ലഭിക്കണമെങ്കിൽ അത്രത്തോളം എന്തൊക്കെയോ മാറ്റങ്ങൾ ആ ഇടയനിലും ആ ആട്ടിൻകുഞ്ഞിലും പറ്റിയിട്ടുണ്ടാകണം. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ദൃഢത, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ 2ാമത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ജെറോം. എവിടെ നിന്ന് വിളിക്കുന്നു? അങ്കമാലിന്ന്. പഠിക്കുവാണോ? എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിൽ പഠിക്കുവാണോ? അപ്പൊ കുഞ്ഞു മാവയാ വീട്ടിലല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ അമ്മച്ചിയും പിന്നെ എന്റെ ആന്റിയും. അപ്പൊ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു, അമ്മച്ചി ആന്റിയൊക്കെ? ഓക്കെ. അപ്പം ജെറോം കുഞ്ഞിനെ അറിയാമല്ലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക വചന സമീക്ഷയില്. അപ്പൊ എളുപ്പമുള്ള 4 ചോദ്യങ്ങളായിരിക്കും. അപ്പൊ കുഞ്ഞ് അറിയാന്നുള്ളത് പോലെ ഉത്തരം പറയാ കേട്ടോ. ഓക്കെ. അപ്പൊ 1ാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. അപ്പം 1ാമത്തെ ചോദ്യം ഇതാണ്, ഒരു അടയാളം ചോദിച്ചു കൊള്ളാൻ യഹോവ ആഹാസിനോട് ആവശ്യപ്പെട്ടപ്പോൾ ആഹാസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? എന്തുവാണ് തിരിച്ചു പറഞ്ഞത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ നമുക്ക്? പറയാമോ? ഒരു അടയാളം ചോദിച്ചു കൊള്ളാൻ യഹോവ ആഹാസിനോട് ആവശ്യപ്പെട്ടു. അപ്പോ ആഹാസ് എങ്ങനെയാണ് തിരിച്ചു പറഞ്ഞത്? പരീക്ഷിക്കില്ല. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതിന്റെ ശരി ഉത്തരം ഇങ്ങനെയാണ്, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയും ഇല്ല. മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞല്ലോ. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. അപ്പം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള 2ാമത്തെ ചോദ്യം ഇതാണ്, യഹോവ ആഹാസിന് നൽകിയ അടയാളം എന്തായിരുന്നു?
ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. സന്തോഷായില്ലേ? ആ അത് ചിരി കേട്ടപ്പോ മനസ്സിലായി. നല്ല കുഞ്ഞാട്ടോ. ആ ഓക്കെ. കുഞ്ഞു പാട്ടൊക്കെ പാടാറുണ്ടോ? ആ പാട്ട് പാടാറുണ്ട്. എന്നാ ഒരു പാട്ട് പാടാവോ? എന്തായി അത് തന്നെ എന്തായി ക്ഷയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നന്നായിട്ട് പാടി കേട്ടോ. ആ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സന്തോഷത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ ഓക്കെ, അപ്പൊ ജെറോമിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യരുടെ ക്ഷമയെ പരീക്ഷിച്ചത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ ദൈവത്തിന്റെ ക്ഷമയും പരീക്ഷിക്കുന്നത് എന്ന് ആരോടാണ് ചോദിച്ചത്? ദാവീദ് ഗൃഹത്തോട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: ദാവീദ് ഗൃഹത്തോട്. സന്തോഷായില്ലേ 3 ചോദ്യങ്ങൾ ശരിയായപ്പോ? ആ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ചോദ്യം കൂടെ ചോദിക്കട്ടെ? ആ അപ്പൊ ചോദ്യം ഈസിയാക്കുന്നത്. എന്തോ ഇത്തിരി ഈസി ആക്കുന്നത്. ഓക്കെ, ഇത്തിരി ഈസി ആക്കി തരാമേ. 4ാമത്തെ ചോദ്യം ചോദിക്കുവാണേ. ആ കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന മകന് എന്ത് പേര് വിളിക്കണമെന്നാണ് പറഞ്ഞത്? ഇമ്മാനുവൽ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അത് സിമ്പിൾ ആയിരുന്നില്ലേ? ആ അത് സിമ്പിൾ ആയിരുന്നു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. ശരി ഉത്തരം ഇങ്ങനെയാണ്: ഇമ്മാനുവൽ. ആ അപ്പോ 4 ചോദ്യങ്ങളും ശരി ഉത്തരം പറഞ്ഞല്ലോ. ആ വലിയ സന്തോഷായില്ലേ? ആ വലിയ സന്തോഷായി. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ആ ഓക്കെ. ഓക്കെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ ഓക്കെ, നല്ല കുഞ്ഞായിട്ട് വളർന്നു വാ. ഗോഡ് ബ്ലസ് യു. ആ ഓക്കെ. താങ്ക് യു. ഓക്കേടാ, താങ്ക് യു. അമ്മാമ്മയ്ക്ക് ഒരു താങ്ക് യു പറഞ്ഞു. താങ്ക് യു അമ്മ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പൊ കോളിൽ ഉണ്ടായിരുന്നത് ജെറോം ആയിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അവള് ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വിളിക്കുകയും എല്ലാ ഉത്തരങ്ങളും ശരിയാക്കി പറയുകയൊക്കെ ചെയ്തു. ഒരു പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിലാണ് കോൾ അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വചന സമീക്ഷയിലേക്ക് വിളിക്കാന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞിനും കുഞ്ഞിൻ്റെ വീട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങിപ്പോകാം. ആ ഇടയൻ കാഴ്ചക്കാരനായിട്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നിന്ന ആളുടെ ചോദ്യത്തിന് നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയൊരു ശിക്ഷ നൽകിയതെന്നുള്ളൊരു ചോദ്യത്തിന് കൂടി ഉത്തരം നൽകുന്നുണ്ട്. ആ ഇടയൻ ഇങ്ങനെയാണ് പറയുന്നത്: എനിക്ക് ഈ ഒരു ആടിനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ ഗതികേട് കൊണ്ട് ഞാൻ കാൽ 2 തല്ലി ഒടിച്ചു. പക്ഷേ പിന്നീട് ഞാൻ അവനെ എൻ്റെ അടുത്ത് ചേർത്തിരുത്തി അവനെ പരിചരിച്ചു. അവൻ്റെ മുറിവുകൾ ഞാൻ വച്ചുകെട്ടി. അവനെ ഒരിടത്തും വിടാതെ എൻ്റെ കൂടെ ഞാൻ കയ്യിലെടുത്ത് നടന്നു. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ നിന്നും ഒരു ഭാഗം അവന് കൊടുത്തു. ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഒരു ഭാഗം അവന് കൊടുത്തു. ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വെച്ച് ഞാൻ കിടത്തി ഉറക്കി. ഇതെല്ലാം എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. ഒരു എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാനിത് അവനെ ദ്രോഹിച്ചപ്പോൾ അല്ലെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ശിക്ഷിച്ചപ്പോൾ. പക്ഷേ ഇതെല്ലാം പിന്നീട് ഞാൻ അവനെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തി ഞാൻ ചെയ്യിച്ചു, അല്ലെങ്കിൽ അവനെ ഞാൻ അങ്ങനെ സംരക്ഷിച്ചു. പക്ഷേ ആ കാല് 2ഉം ശരിയായി അവൻ പൂർവ്വസ്ഥിതിയിലേക്ക്, അവൻ്റെ പഴയ അവസ്ഥയിലേക്ക് ചുണക്കുട്ടനായിട്ട് വന്നപ്പോഴും അവന് ഞാൻ നൽകിയ സ്നേഹം അവൻ എനിക്ക് തിരിച്ചു തരാൻ തുടങ്ങി. പിന്നീട് ഒരിക്കലും അവൻ എൻ്റെ കൂട്ടം വിട്ട് ഈ ആടുകളുടെ ഇടയിൽ നിന്ന് പോയിട്ടില്ല. അവൻ ഒരു മുൾപടർപ്പിലും ചെന്ന് ചാടിയിട്ടില്ല. ഒരു വന്യമൃഗത്തിൻ്റെ വായിലേക്കും ചെന്ന് കയറിയിട്ടില്ല. ഒരു കുഴിയിലേക്കും വീണിട്ട് സഹായത്തിനായി എന്നെ വിളിച്ചിട്ടില്ല. എപ്പോഴും ബാക്കിയുള്ള ആടുകളെല്ലാം കൂട്ടമായി പോകുമ്പോഴും ആ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നടന്ന്, എൻ്റെ കൂടെ ഒപ്പം നടന്ന് ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് സുഹൃത്തെ താങ്കൾക്ക് കണ്ടപ്പോൾ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധമായി തോന്നിയത്, അനുഭവപ്പെട്ടത്. എന്നാൽ ഇത് കേട്ടപ്പോൾ ഈ കാഴ്ചക്കാരനാകട്ടെ ഒത്തിരി സന്തോഷമാകാണ്. കാരണം ആ ഒരു ബന്ധം എന്താണെന്ന് ഇദ്ദേഹം കണ്ടതാണല്ലോ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു കഥയിൽ നിന്നും ഇടയൻ്റെയും ആടിൻ്റെയും ബന്ധത്തിൽ നിന്നും ഒരു ഇടയൻ്റെയും ആടിൻ്റെയും കുഞ്ഞാടിൻ്റെയും ബന്ധം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ആ ഇടയൻ്റെയും കുഞ്ഞാടിൻ്റെയും നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്?
ബ്യൂല ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? നേറ്റിങ്കര. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും മക്കളും. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖം. നേറ്റിങ്ങരയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ചെറിയ മഴയുണ്ട്, അത്ര തന്നെ. ഓക്കെ, അപ്പൊ ആന്റി നമ്മുടെ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ, ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മതിലിന്മേലുള്ള ജനം റബ്ശക്കേയുടെ മുൻപിൽ ഉത്തരമൊന്നും പറയാതെ നിശബ്ദരായിരുന്നത് എന്തുകൊണ്ടാണ്? പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു. അതെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: റബ്ശാക്കയുടെ വാക്കുകൾ കേട്ടിട്ട് എലയാക്കീമും ശെബ്നയും യോവാഹും എന്താണ് ചെയ്തത്? അവർ വസ്ത്രം കീറി റബ്ശാക്കയുടെ വാക്കുകൾ ഹിസ്കിയാവിനെ അറിയിച്ചു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. അപ്പോ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിരുന്നോ ക്വസ്റ്റ്യൻസ്? അതെ അതെ, പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചു. അപ്പൊ ആന്റി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുകയാണോ, വചനം പങ്കുവയ്ക്കുക, എന്താ ചെയ്യാ? ഞാൻ വചനം പറയാം. ഓക്കെ, ഒരു വചനം പറ, ഇഷ്ടപ്പെട്ട ഒരു വചനം പറഞ്ഞോളൂ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അത് ഏത് ഭാഗമാണെന്ന് കൂടി പറയാൻ പറ്റുമോ? സങ്കീർത്തനങ്ങൾ 118 8-ാം വാക്യം. ഓക്കെ, നൈസ്. ഓക്കെ, കേട്ടപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ, വചനമല്ലേ പങ്കുവെച്ചേ. നമുക്കിന്ന് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് മടങ്ങിപ്പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: റബ്ശാക്കയുടെ വാക്കുകൾ ഹിസ്കിയ രാജാവിനെ അറിയിച്ചപ്പോൾ പ്രതികരണം എന്തായിരുന്നു? വസ്ത്രം കീറി പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, വളരെ ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: വസ്ത്രം കീറി പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോയാലോ? അവസാനത്തെ ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്: ഹിസ്കിയാവ് പരുക്കൻ വസ്ത്രം ധരിപ്പിച്ച് എവിടേക്കാണ് തന്റെ ആളുകളെ അയച്ചത്? ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ. അതിൽ ഒരു തെറ്റും പറയാനില്ല, ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ. അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വചനവും പങ്കുവച്ചിട്ടുണ്ട്. സന്തോഷമായോ? സന്തോഷമായി. ഓക്കെ, അപ്പൊ ആന്റി ഇനിയും വചന സമീക്ഷ കാണുക, വചന സമീക്ഷയിലേക്ക് വിളിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ആന്റി, പ്രാർത്ഥിച്ചോളാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബ്യൂല ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു, ഒപ്പം വചനമൊക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, നമ്മുടെ ഒരു അധ്യായത്തിന്റെ അന്ത്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ആ കഥയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഇടയനും കുഞ്ഞാടും തമ്മിലുള്ള ബന്ധം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലൊരു ഇടയനുണ്ട്. നമ്മളൊക്കെയും കുഞ്ഞാടുകളുമാണ്. അപ്പോൾ പലപ്പോഴും കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ സ്വർഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും ഉന്നയിച്ചുകൊണ്ടേയിരിക്കാം. എന്തുകൊണ്ട് എനിക്കിത് തന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം വേദനിപ്പിക്കാൻ എന്നെ എന്തിനു നീ വിളിച്ചു, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വേദനകൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഈ ഒരു ഇടയനെ പോലെ ആ കുഞ്ഞാടിനെ ശിക്ഷിച്ചില്ലേ, അവന് ചില മര്യാദകൾ പഠിപ്പിക്കാൻ, അവന് ചില സ്വഭാവ സവിശേഷതകൾ നൽകാൻ, പിന്നീട് അനന്തമായ സ്നേഹത്തിലേക്ക്, ഒരിക്കലും തെറ്റിലേക്ക് വീണു പോകാത്ത വിധത്തിൽ അത്രമാത്രം യജമാനനെ സ്നേഹിക്കാൻ, ആ ഇടയനെ സ്നേഹിക്കാൻ തക്ക വിധത്തിൽ ആഴമായിട്ടുള്ള, വേരുറച്ച, കെട്ടുറപ്പുള്ള, പാറക്കല്ല് പോലെ ഉറപ്പുള്ള ഒരു വിശ്വാസം അവൻ്റെ ഉള്ളിലേക്ക് നൽകുവാനാണ് അത്രയും വലിയൊരു പരീക്ഷണം ആ ഒരു ഇടയൻ ആടിന് നൽകിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, വിയോഗങ്ങൾ ഒക്കെയും ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകളായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും ദൈവം അറിയാതെ, ഈശോ അറിയാതെ തരുന്നതല്ല. പിന്നെയോ ചില
ജീവനങ്ങൾ അല്ലെങ്കിൽ അതിജീവനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇടയനെ തിരിച്ചറിയുവാൻ, ഇടയൻ്റെ ഗന്ധം അറിയുവാൻ, ഇടയൻ്റെ ചൂടും ചൂരും അറിയുവാൻ നമുക്ക്, ഈ കുഞ്ഞാടുകളായ നമുക്ക് മനുഷ്യർക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഇടയനോടൊപ്പം ചേർന്ന് മുന്നോട്ട് നീങ്ങുവാൻ, അവൻ്റെ ഒപ്പം നടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളതായി ഈ ഒരു കഥയുടെ സാരാംശത്തെ നമുക്ക് ഉള്ളിലേക്ക് ആവാഹിക്കാം. ഇതോടുകൂടി വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.